മൂസയുടെ വീട്ടിൽ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് മൂസയുടെ ഉമ്മ സൈനബ് വാതിൽ തുറന്നത്. ആ, സൽമാൻ മോനോ, വാ. ഉമ്മച്ചി മോനെ മാത്രമേ കണ്ണിൽ കണ്ടുള്ളൂ. മൂസി പതിയെ സോഫയിൽ ചെന്നിരുന്നു. ഉമ്മച്ചി. മൂസിയുടെ വേദനയോടെയുള്ള സൗണ്ട് കേട്ട് സൈനബ് ഒന്ന് പരിഭ്രമിച്ചു. റബ്ബേ, ഇതെന്താ എൻ്റെ മോളുടെ കയ്യിലേക്ക്? അതൊന്നുമില്ല ഉമ്മച്ചി, ഒരു ചെറിയ ആക്സിഡന്റ്. അതെങ്ങനെ? ആ കുതിരവണ്ടിയിൽ പോവേണ്ടെന്ന് പറഞ്ഞാൽ ഈ കേൾക്കില്ലല്ലോ. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. സൈനബ് അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. സൈനബയുടെ പോക്കും മൂസയുടെ ഇരുത്തവും കണ്ട് സൽമാൻ ചിരിച്ചു. എന്താ കുരിപ്പേ അനക്ക്? ഏയ് ഒന്നുമില്ല. സൈനബ് അടുക്കളയിൽ പാത്രങ്ങളോട് യുദ്ധമാണ്. സൽമാനെ, ഈ പൊക്കോ. പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് എൻ്റെ ഇക്കാടെ ഹൃദയം എടുക്കാൻ മറക്കേണ്ട. അപ്പോഴാണ് ഇക്കാക്ക വിളിച്ചേ. പഠിച്ചോനെ, എന്ത് ചെയ്യും? എടുക്കണോ വേണ്ടേ? എടുക്കാം. ഹലോ, എൻ്റെ ബുള്ളറ്റ് അവിടെ തന്നെ ഇല്ലേ? ആ ഉണ്ട് ഇക്കാക്ക. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞോളെ വിശേഷം? ആ, എന്ത് വിശേഷം? ഇവിടെ ആക്സിഡന്റ് സംഭവിച്ച് കിടക്കയിൽ മലർന്ന് കിടക്കുക. ആക്സിഡന്റോ? എങ്ങനെ? റബ്ബേ, നാവ് ചതിച്ചു. അല്ലെങ്കിലും ഇപ്പൊ എൻ്റെ നാവ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഹലോ കുഞ്ഞോളെ. ആ ഇക്കാക്ക, അത് കടയിൽ പോയപ്പോൾ എതിരി വന്ന കാർ എന്നെ ഇടിച്ചതാണ്. തപ്പി തടഞ്ഞുകൊണ്ട് മൂസി പറഞ്ഞു. പഠിച്ചോനെ, പൊറുക്കനെ, ആദ്യമായാണ് ഇക്കയോട് കള്ളം പറയുന്നേ. വേറൊന്നും കൊണ്ടല്ല, ഇക്കാക്കയുടെ ബുള്ളറ്റിന് എന്തെങ്കിലും പറ്റിയാ അത് ഓർക്കാൻ തന്നെ വയ്യ. ഇതേ സമയം ആശുപത്രിയിൽ താജ് മൂസിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ നോക്കിയിരിക്കുന്നു. അവളുടെ കുഞ്ഞു മുഖം നോക്കി അവനൊന്ന് ചിരിച്ചു. എൻ്റെ ഹൂറി, താജ് മനസ്സിൽ മൊഴിഞ്ഞു. ഡോക്ടർ, ആ, ഒരു സർജറി ഉണ്ട്. ഞാനിപ്പോൾ വരാം. എന്നാലും താജ്, ഈ പേര് മുമ്പ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. മൂസി ചിന്തിച്ചു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മൂസി റൂമിൽ നിന്നും നേരെ അടുക്കളയിലേക്ക് ചെന്നു. വയറിന് വിശന്നിട്ട് വയ്യ. ഉമ്മച്ചി. മൂസിനെ വിളിച്ചു പോയി. ഓ എൻ്റെ റബ്ബേ, എന്തിനാ ഈ വിളിച്ചു പോകുന്നേ? ഉമ്മച്ചി വിശക്കുന്നു. അതിന് കൈ രണ്ടും ഉണ്ടല്ലോ, എടുത്ത് കഴിക്ക്. മൂസി സൈനബയെ നോക്കി പുച്ഛിച്ചു. ഉമ്മച്ചി കഴിച്ചോ? ഇല്ല. എന്നിട്ടാണോ വന്നിരുന്നേ? ഉമ്മച്ചി വിശന്നിരിക്കുമ്പോൾ ഞാനിരുന്ന് കഴിക്കാം. അത് പറ്റില്ല. ഉമ്മച്ചിയുടെ വയറ് നിറഞ്ഞ എൻ്റെയും കൂടെ വയറ് നിറഞ്ഞ പോലെയാണ്. മൂസി സൈനബയെ നേരെ ഒരു ഉരുള നീട്ടി. കഴിക്കുമ്മീ. സൈനബ വാ തുറന്നു. അങ്ങനെ ഞാനിന്ന് സൈറയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, മൂസി പറഞ്ഞു. ഇന്ന് വൈകുന്നേരം സൈറയും വരും. അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങി നടക്കാൻ. മൂസി കൈ കഴുകി റൂമിലേക്ക് പോയി. ഇതാരാ എന്നെ വിളിച്ചത്? അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. ഹലോ. ആ, പറ മൂസി. അല്ല, സിനു. ഹലോ, ആരാ? ആ, ഇത്ര പെട്ടെന്ന് മറന്നോ എന്നെ? മറന്നെങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാം. താജ് മുഹമ്മദ്. ആ, ഇക്കയായിരുന്നോ? സിനു, ഈ എന്താ ഇപ്പോഴെന്ന് വിളിച്ചേ? അത് ഞാൻ ഒന്നുകൂടി വിളിക്കൂ അങ്ങനെ? ഇക്ക, അല്ല, എന്നെ എങ്ങനെ അറിയാം? മൂസി ചോദിച്ചു. അത് സൈറമോളോട് ഫ്രണ്ടല്ലേ, പിന്നെ സൽമാൻ്റെയും. അങ്ങനെ അറിയാം. ഇപ്പൊ കൈയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മരുന്നൊക്കെ കൃത്യമായി കഴിക്കണം. എന്നാ ശരി. ആ, വെക്കല്ലേ. എന്താ, നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ഫ്രണ്ട്സോ? ഓക്കെ, ഫ്രണ്ട്സ്. യുവർ നെയിം? എൻ്റെ പേരറിയാലോ? അറിയാം, ബട്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി. ഓക്കെ, മൈ നെയിം ഈസ് മൂസിന. യുവർ നെയിം? ഐ ആം താജ് മുഹമ്മദ്. ഓക്കെ, എനിക്ക് ഉറക്കം വരുന്നു. ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇതേ സമയം താജിൻ്റെ വീട്ടിൽ. വൽമ, നിങ്ങൾ അവിടെ ഇരുന്നോ, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സൽമാൻ താജിൻ്റെ ഉമ്മയെ സോഫയിൽ പിടിച്ചിരുത്തി. താജിന് താഴെ ഒരാൾ കൂടിയുണ്ട്, റിയ ഫാത്തിമ, എല്ലാവരുടെയും പാത്തു. ഇക്കാക്ക വന്നില്ലേ ഉമ്മ? ഇല്ല മോളെ. ദേ എത്തിയല്ലോ ഇക്കാക്ക. റിയ സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴാണ് ജ്യൂസ് കൊണ്ട് ഫർസാന മുകളിലേക്ക് കയറിയത്. ഫർസാന റിയയുടെ പാവാട ചവിട്ടിയതും റിയ ഉമ്മ എന്ന് പറഞ്ഞ് വീഴാൻ പോയി. സൽമാൻ ഓടിച്ചെന്ന് റിയയെ താങ്ങി പിടിച്ചു. കുഞ്ഞ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഇക്കാക്ക. ഫർസാന, ഒന്നവിടെ നിന്നേ. എന്താ താജ്? എൻ്റെ കുഞ്ഞിനെ വീഴ്ത്തിയതിനുള്ള ശിക്ഷയാണിത്. ഫർസാന ദേഷ്യത്തോടെ കവിളിൽ കൈവച്ചു നിന്നു. ഓ, എല്ലാം കൂടി ഇതിലേതെടുക്കും? ആ, സൽമാനെ വിളിച്ചു നോക്കാം, അവൻ പറഞ്ഞോളൂ. ഛേ, അവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. താജിക്ക് വിളിക്കാം. ഹലോ. ബ്ലൂ കളർ മതി. എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. സിനു പോയി റെഡിയായി വേഗം വാ. വരുമ്പോൾ ഉമ്മച്ചിയെയും കൂട്ടിക്കോ. ആ, പിന്നെ മൊഞ്ചത്തിയായി വരണം.
കാറ്റിൽ പാറി പറക്കുന്ന തട്ടം അവൾ ശരിയാക്കി. സൈറു, സോറിടി, രാവിലെ നിൽക്കാനെത്താൻ സാധിച്ചില്ല. സാരല്ലടി, നീ ഇപ്പോൾ വന്നല്ലോ. മൂസി അൻഫറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇക്കൂസേ, ഇവൾ പാവാട്ടോ, ഇച്ചിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. അൻഫർ മൂസിയുടെ തലയിൽ തലോടി. മൂസി സൽമാന്റെ തോളത്ത് കൈ കോർത്തുകൊണ്ട് റിയയോട് സംസാരിച്ചു നിന്നു. ഹേയ് സിനു, ഉമ്മ വന്നില്ലേ? ഇല്ലിക്ക, ഉമ്മച്ചിക്ക് മുട്ടുവേദനയാണെന്ന് പറഞ്ഞു. താജ് മൂസിയെ നോക്കുന്നത് കണ്ട് സൽമാൻ ഒന്ന് ചുമച്ചു.